Assalamu alaikum. Welcome back to our channel Snack Time Kerala. അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു സിമ്പിളായിട്ടൊരു കറിയാണ്, ചീനമുളകിൻ്റെ ഇല വെച്ചിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ ഈ സമയത്ത് പുറത്തൊന്നും പോയി സാധനങ്ങൾ വാങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ചീനമുളകിൻ്റെ ഇല വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ടൊരു കറി ഉണ്ടാക്കാം. അപ്പോൾ ഈ ഇല നമുക്ക് ചീനമുളകിൻ്റെ ഇല തന്നെ വേണമെന്നില്ല, നമുക്ക് വലിയ മുളകാണെങ്കിലും കുഴപ്പമില്ല, സാധാരണ നോർമലായിട്ടുള്ള മുളകിൻ്റെ ഇലയാണെങ്കിലും കുഴപ്പമില്ല, ഇതേ ടേസ്റ്റ് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഇല ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേണം ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഇലക്ക് നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു കീടനാശിനിയൊന്നും അടിക്കാതെ നമ്മൾ ഉണ്ടാക്കിയ നല്ലൊരു ചീനമുളകിൻ്റെ ഇലയാണ്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ നല്ലോണം ചൂടായതിനു ശേഷം നമുക്കൊരു 4 വറ്റൽമുളക് ഇട്ടൊന്ന് കൊടുക്കാം. വറ്റൽമുളക് നല്ലോണം ഒന്ന് ചൂടാവണം. അതിന് ശേഷം നമ്മൾ 4 ചുവന്നുള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളെ വറ്റൽമുളകും ചുവന്നുള്ളി നല്ലോണം ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ച നമ്മുടെ മുളകിൻ്റെ ഇലം കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് പഴയൊരു ഡിഷാണ്, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ഇലയാണ് മുളകിൻ്റെ ഇല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മളൊരു കറിയായിട്ടാണ് കൂട്ടുന്നത്, അപ്പോൾ ആവശ്യത്തിന് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കണം. കഞ്ഞിവെള്ളം ഒഴിച്ചാൽ ഇതിൻ്റെ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവണം. പിന്നെ ഉപ്പ് നമ്മൾ ഇട്ടിട്ടില്ല, അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അധികം എരിവൊന്നും ഇല്ലാത്തൊരു കറിയാണ്. നമ്മളെ കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ ഈ ഒരു കറി മതി നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്, കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കറിയാണ്, ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീട്ടിൽ ഇല ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇല കിട്ടുകയാണെങ്കിൽ എന്താണെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഈ റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയായിട്ടൊന്ന് ഷെയർ ചെയ്യുക, അറിയാത്തവരുണ്ടാകും. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.